മോശെ ജനത്തോട്, ഭയപ്പെടേണ്ട, നിങ്ങൾ ഉറച്ച് നിൽപ്പിൻ. യഹോവ ഇന്ന് നിങ്ങൾക്ക് ചെയ്യുവാനിരിക്കുന്ന രക്ഷ കണ്ടുകൊള്ളുവിൻ. നിങ്ങൾ ഇന്ന് കണ്ടിട്ടുള്ള മിസ്രയീമ്യരെ ഇനി ഒരു നാളും കാണുകയില്ല. യഹോവ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും. നിങ്ങൾ മിണ്ടാതിരിപ്പിൻ എന്ന് പറഞ്ഞു. ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇസ്രായേൽ മക്കൾ ചെങ്കടലിന് മുൻപിൽ വന്നപ്പോൾ ചെങ്കടലിൻ്റെ നടുവിലൂടെ ദൈവം അവർക്ക് വേണ്ടി ഒരു പുതുവഴി ഒരുക്കി. അവരെ മിസ്രയീമ്യരുടെ കയ്യിൽ നിന്നും എന്നേക്കുമായി പൂർണ്ണമായി രക്ഷിക്കുവാനുള്ള ദൈവിക പദ്ധതിയുടെ വളരെ അടുത്ത് അവർ വന്നപ്പോൾ അവരൊരു കാഴ്ച കാണുകയാണ്. ഫറവോനും അവൻ്റെ സൈന്യവും അവരെ പിന്തുടർന്ന് വരികയാണ്. 430 വർഷമായി അവരെ അടിമപ്പെടുത്തിക്കൊണ്ടിരുന്ന ഫറവോൻ്റെ കയ്യിൽ നിന്നും അവരെ വിടുവിക്കുവാൻ ദൈവം മിസ്രയീമിൽ ഇറങ്ങി വന്ന ഫറവോൻ്റെ മേൽ, മിസ്രയീമ്യരുടെ മേൽ ബാധകളെ അയച്ച് തൻ്റെ ജനത്തിന് വേണ്ടി അത്ഭുതങ്ങൾ പ്രവർത്തിച്ചുകൊണ്ട് അവരെ പുറപ്പെടുവിച്ചപ്പോൾ അവർക്ക് വലിയ സന്തോഷമുണ്ടായി. എങ്കിലും വീണ്ടും ഫറവോനെ കണ്ടപ്പോൾ, വീണ്ടും ആ കാഴ്ച കണ്ടപ്പോൾ അവർ ഭയപ്പെട്ടുപോയി. തൊട്ടു മുൻപിൽ വലിയ ഒരു ദൈവിക പദ്ധതി വെളിപ്പെടാനിരിക്കെ അവരെ ഭയപ്പെടുത്തുന്ന ഒരു കാഴ്ച. അവർ ഭയപ്പെട്ടു പോകുന്ന നിമിഷങ്ങൾ. മിസ്രയീമിൽ ശവക്കുഴിയിലാഞ്ഞിട്ടാണോ ഞങ്ങൾ ഈ മരുഭൂമിയിൽ കൊണ്ടുവന്നത് എന്ന് പറയത്തക്കവണ്ണം ആ യാത്രയിൽ നിന്നും അവർ പിന്മാറുന്ന കാഴ്ചകൾ. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വിടുതൽ വെളിപ്പെടുന്ന നിമിഷം, ദൈവത്തിൻ്റെ പദ്ധതി നിങ്ങൾക്ക് വേണ്ടിയുള്ളത് വെളിപ്പെടുന്ന നിമിഷം, ഒരു പുതുവഴി ദൈവം നിങ്ങൾക്ക് വേണ്ടി തുറക്കുന്ന നിമിഷം, നിങ്ങളെ ഭയപ്പെടുത്തി നിങ്ങളെ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്ന ആ ദൈവിക പദ്ധതിയിലേക്ക് പ്രവേശിക്കാതെ നിങ്ങളെ പുറകോട്ട് വലിക്കുന്ന, നിങ്ങളെ മുൻപോട്ട് വിടാത്ത ഒരു ഭയത്തിൻ്റെ വ്യാപാരം ഇന്നു പകൽ നിങ്ങളെ ഭാരപ്പെടുത്തുന്നുണ്ടെങ്കിൽ ദൈവം ഇന്നു പകൽ നിങ്ങളോടൊരാലോചന കൈമാറുകയാണ്. നിങ്ങൾ ഭയപ്പെടേണ്ട. ഭയപ്പെടുത്തുന്നത് പിശാചിൻ്റെ തന്ത്രമാണെങ്കിൽ ദൈവം ഇന്ന് പകൽ പറയുന്നു, നിങ്ങളൊന്ന് ഭയപ്പെടാതിരിപ്പിൻ, നിങ്ങളൊന്ന് മിണ്ടാതിരിപ്പിൻ, നിങ്ങളൊന്ന് നിന്നുകൊടുക്കുവിൻ. ദൈവം ഇതുവരെ നിങ്ങളെ കൊണ്ടുവന്നെങ്കിൽ ഇനി അങ്ങോട്ടും നിങ്ങളെ നടത്തുവാൻ ദൈവം ശക്തനാണ്. ഇന്ന് നിങ്ങളെ ഭയപ്പെടുത്തുന്ന ഈ ശക്തികളെ ഇനി നിങ്ങൾ ഒരു നാളും കാണുകയില്ല. നിങ്ങളൊന്ന് ക്ഷമയോടെ നിൽക്കുവിൻ. ദൈവം നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യാൻ പോവുകയാണ്. നിങ്ങളെ ഭയപ്പെടുത്തുന്ന ശക്തികളുടെ നടുവിൽ ഇന്ന് പകലൊരാലോചന കൈമാറുകയാണ്. ഇത് വിടുതലിൻ്റെ ദിവസമാണ്. ഇത് വിടുതലിൻ്റെ സമയമാണ്. നിങ്ങൾ ഭയപ്പെടുന്നത് പോലെ ഒന്നും സംഭവിക്കില്ല. നിങ്ങളെ ഭയപ്പെടുത്താൻ ശത്രു ശ്രമിക്കുന്നത് പോലും നിങ്ങൾക്ക് മുൻപിൽ വെളിപ്പെടാനിരിക്കുന്ന ആ മഹത്വകരമായ ദൈവിക പദ്ധതി കണ്ടിട്ട് തന്നെയാണ്. നിങ്ങൾ ഭയപ്പെട്ടു പോകരുത്. ദൈവം തൻ്റെ ദാസന്മാരോടൊക്കെ ആവർത്തിച്ചു പറഞ്ഞ ഒരു ശബ്ദമാണ്, ഭയപ്പെടരുത്, ഭ്രമിക്കരുത്. പ്രിയപ്പെട്ടവരത് പൈശാചിക തന്ത്രമാണ് ഭയപ്പെടുത്തുക എന്നുള്ളത്. എന്നാൽ ഇന്ന് പകൽ നിങ്ങൾ ദൈവത്തിൽ ധൈര്യപ്പെടുവിൻ. ദൈവമാണ് നിങ്ങളെ വിളിച്ചിറക്കിയത്. ഇതുവരെ കൊണ്ടുവന്ന ദൈവമാണ്. ദൈവം നിങ്ങളോട് കൂടെയുണ്ട്. അവൻ ദഹിപ്പിക്കുന്ന അഗ്നിയായി മുൻപേ പോകുന്നുണ്ട്. പകൽ മേഘസ്തംഭമായി, രാത്രി അഗ്നിസ്തംഭമായി നിങ്ങളുടെ കൂടെയുണ്ട്.
ദൈവം നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ പോവുകയാണ്. അവൻ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന രക്ഷ നിങ്ങൾ കാണാൻ പോവുകയാണ്. ഭയപ്പെടാതെ ഉറച്ചു നിൽക്കുവിൻ. വിശ്വാസത്തോടെ വചനത്തോടെ പ്രതികരിക്കാം. ദൈവം നമ്മെ ഓരോരുത്തരും ഈ പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.